ഹലോ ഗൈസ്, നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും നമുക്കൊരു ബിറ്റ്കോയിൻ മലയാളി ക്ലബ്ബുണ്ട്. അതായത് ബിറ്റ്കോയിനെ കുറിച്ച് അറിയാനും ബിറ്റ്കോയിൻ എങ്ങനെ വാങ്ങിക്കണം, അല്ലെങ്കിൽ അത് എവിടെ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷന് വേണ്ടി അത് എവിടെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് സേഫ്റ്റി പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് നല്ല ബിറ്റ്കോയിൻ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ നല്ല വാലറ്റുകൾ ഏതൊക്കെയാണ്, ഏതിനാണ് സെക്യൂരിറ്റി കൂടുതലുള്ളത്, അതെങ്ങനെ സെക്യൂറായിട്ട് നമ്മളത് സൂക്ഷിച്ച് വെക്കാൻ പറ്റണം, അല്ലെങ്കിൽ എങ്ങനെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ എങ്ങനെ ഏത് സമയത്ത് അത് വാങ്ങിക്കണം, ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീഴുമ്പോൾ താഴോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണലായിട്ട് അക്യുമുലേഷൻ ചെയ്യുന്നത്, ഇതിനെല്ലാം വേണ്ടിയാണ് ഒരു ബിറ്റ്കോയിൻ മലയാളി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. ഏകദേശം 1 മാസമായിട്ടുള്ളൂ. അതിനകത്ത് ഏകദേശം 10-13 മെമ്പേഴ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒരു നല്ലൊരു റിസൾട്ട് കണ്ടുവരുന്നുണ്ട്. അവരെ എനിക്ക് ബിറ്റ്കോയിനെക്കുറിച്ച് കൂടുതൽ അവരിലേക്ക് എത്താനും അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനും, എന്താണിത്, അല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനുള്ളതല്ല, അതൊരു ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഒരിക്കലും ബിറ്റ്കോയിൻ മേടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സെല്ല് ചെയ്യരുത്. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു അസറ്റ് ആകാൻ വേണ്ടി പോവുകയാണ് ബിറ്റ്കോയിൻ. ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു 100,000 മുകളിൽ, അല്ലെങ്കിൽ 200,000 മുകളിലേക്ക്, അല്ലെങ്കിൽ 250,000 മുകളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫൈനൈറ്റ് അസറ്റ്, അതായത് ലോകത്തിൽ തന്നെ എല്ലാവർക്കും വേണ്ട, അല്ലെങ്കിൽ എല്ലാവരും കൈവശമാക്കണമെന്ന് ആഗ്രഹിക്കാൻ പോകുന്ന ഒരു അസറ്റായി മാറാൻ വേണ്ടി പോവുകയാണ് ബിറ്റ്കോയിൻ. നിങ്ങൾക്കറിയാമായിരിക്കും യു എസ് ഗവൺമെൻറ് ഈ ബിറ്റ്കോയിനെ ഒരു റിസർവ് അസറ്റായിട്ട് ആക്കാൻ വേണ്ടി പോവുകയാണ് ഈ കൊല്ലം നിങ്ങൾക്ക് ആ ന്യൂസ് കേൾക്കാം. യു എസ് മാത്രമല്ല, ദുബായ് ആണെങ്കിലും അബുദാബി, സൗദി എല്ലാം ബിറ്റ്കോയിൻ മൈനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഗവൺമെൻറ് ലെവലിൽ. ഭൂട്ടാൻ, ചൈന, സിംഗപ്പൂർ, മലേഷ്യ, ബ്രസീൽ, അർജൻറ്റീന, UK എല്ലാവരും സൈലൻ്റ്ലി ബിറ്റ്കോയിൻ അക്യുമുലേഷൻ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്തോട്ട് അധികം ന്യൂസ് വരുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ന്യൂസ് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പിക്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു സ്കാമാണ്, ഇതിൽ പെട്ട് കുറേ ആളുകൾ ചതിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് സ്കാമല്ല. ബിറ്റ്കോയിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ സർവീസുകൾ അല്ലെങ്കിൽ ഒരു കള്ളത്തരങ്ങൾ പറഞ്ഞ് ആളുകളെ ചതിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എന്നും പറഞ്ഞ് ബിറ്റ്കോയിൻ ഒരു സ്കാമല്ല. ബിറ്റ്കോയിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച്, ഈ ബിറ്റ്കോയിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ മലയാളി ക്ലബ്ബ് എന്ന് പറഞ്ഞ നമ്മുടെ ക്ലബ്ബിൽ അംഗമാവുക. അത് പെയ്ഡ് ആയിട്ടുള്ളൊരു മെമ്പർഷിപ്പാണ് കേട്ടോ. അതായത് 2 രീതിയിലുള്ള മെമ്പർഷിപ്പുണ്ട്. ഫസ്റ്റ് മെമ്പർഷിപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ബിറ്റ്കോയിൻ മാസ്റ്റർ ടയർ 1 എന്നാണ്. അതാണ് ഫസ്റ്റ് മെമ്പർഷിപ്പ്. അതിന് ജസ്റ്റ് $1 ഒരു മാസം. അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ബിറ്റ്കോയിനെ കുറിച്ചുള്ള ബേസിക് എഡ്യൂക്കേഷൻസ് കിട്ടും. മാസ്റ്റർ ദ ആർട്ട് ഓഫ് ബിറ്റ്കോയിൻ അക്യുമുലേഷൻ, എങ്ങനെ നിങ്ങൾ ബിറ്റ്കോയിൻ വാങ്ങിക്കണം, ബിറ്റ്കോയിൻ്റെ പൈസ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എപ്പോഴാണ് വാങ്ങിക്കേണ്ടത്. ഇപ്പം ബിറ്റ്കോയിൻ വാങ്ങിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലബ്ബിൽ ഡിസ്കഷൻ നടക്കും. ഇത് പ്രൈസ് ഇന്നത് വരെ പോകാൻ നിങ്ങളത് എങ്ങനെ അക്യുമുലേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചാർട്ട് അനാലിസിസിലൂടെ നമ്മൾ പോകാറുണ്ട്. ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്പുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്തൂടെ ഒരു ആപ്പിനകത്തൂടെ നമ്മൾ ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്പുകൾ ചെയ്യും. സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ്, അതെങ്ങനെയാണ് ബിറ്റ്കോയിൻ എങ്ങനെ സൂക്ഷിച്ച് വെക്കണം, ഏതാണ് നല്ല ഹാർഡ്വെയർ വാലറ്റുകൾ, പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ആക്സസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഞാനുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാം, ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സുമായിട്ട് സംസാരിക്കാം. അതാണ് ഫസ്റ്റ് ബിറ്റ്കോയിൻ മാസ്റ്റർ ടയർ 1 എന്ന് പറയുന്നത്, ജസ്റ്റ് $1. രണ്ടാമത്തത് മാസ്റ്റർ ആൻഡ് ബിറ്റ്കോയിൻ ആൻഡ് പ്രോക്സി, അതിനെ ടയർ 2 എന്ന് വിളിക്കും. അതിൻ്റെ വില എന്ന് പറയുന്നത് മാസം $3. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബിറ്റ്കോയിൻ മാസ്റ്റർ ടയർ 1 എല്ലാ ബെനിഫിറ്റുകളും കിട്ടും. പ്ലസ് അതായത് US കുറേ സ്റ്റോക്കുകളുണ്ട്, എസ്പെഷ്യലി ടെസ്ല, എൻവിഡിയ. നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. ടെസ്ലയും എൻവിഡിയയൊക്കെ, MSTR, പിന്നെ ബിറ്റ്കോയിൻ മൈനിങ് കമ്പനീസ്, ഇവയെല്ലാം എസ്പെഷ്യലി MSTRും ബിറ്റ്കോയിൻ മൈനിങ് കമ്പനീസും ബിറ്റ്കോയിൻ പൊങ്ങുന്നതിനനുസരിച്ച് ഈ സ്റ്റോക്കുകളും പൊങ്ങാറുണ്ട്. എസ്പെഷ്യലി ബിറ്റ്കോയിൻ ഒരു 10% പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ 3 ഇരട്ടി പൊങ്ങും. അതായത് 10% ബിറ്റ്കോയിൻ പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ MSTR ഒരു 30% പൊങ്ങും സെയിം ഡേ. അതുപോലെ തന്നെയാണ് മൈനിങ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഏകദേശം 1:5 റേഞ്ചിലാണ് പോകുന്നത്. അതായത് ബിറ്റ്കോയിൻ 10% മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈനിങ് സ്റ്റോക്കുകൾ ചില സമയങ്ങളിൽ 50% മൂവ് ചെയ്യാറുണ്ട്. ഭയങ്കരമായിട്ട് വോളറ്റൈലുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ പൈസ ഇട്ടിട്ട് നമ്മളതിൻ്റെ പ്രോഫിറ്റ് ഒരു സമയമാകുമ്പോൾ എടുക്കും. ആ ഒരു പ്രോഫിറ്റ് നമ്മൾ നേരെ വീണ്ടും നമ്മുടെ ബിറ്റ്കോയിനിലേക്ക് ഡംപ് ചെയ്യും. അതിനകത്ത് നിങ്ങൾക്ക് ഗൈഡഡ് സ്റ്റോക്ക് പിക്ക് ഉണ്ട്. ഏത് സമയത്ത് ഏത് സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കും.
പ്രോഫിറ്റ് എപ്പോൾ എടുക്കണം, അതെപ്പം ബിറ്റ്കോയിനിലേക്ക് ഡംപ് ചെയ്യണം, പേഴ്സണലായിട്ടുള്ള ഗൈഡൻസ് കാണും, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ Q&A സെക്ഷൻസ് കാണും. ഗൈസ് ഇത് ജസ്റ്റ് $3. ഈ $3 നിങ്ങൾ ഈ മുകളിലുള്ള ബിറ്റ്കോയിൻ മാസ്റ്റർ ക്ലബ്ബും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പ്ലസ് ഏതൊക്കെ സ്റ്റോക്ക് വാങ്ങിക്കണം എന്നുള്ളതും കിട്ടും. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. അതായത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് നേരത്തെ അറിയാം, ബിറ്റ്കോയിന് 15,000 വന്നു, 30,000 വന്നു, 40,000, 50,000, 60,000. എന്തുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല? കാരണം നമ്മുടെ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ മീഡിയ പറഞ്ഞ് ഉണ്ടാക്കിയേക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് സ്കാമാണ് എന്നുള്ളതാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് 15,000 25,000 അല്ലെങ്കിൽ 30,000 ബിറ്റ്കോയിൻ ഇനി മേടിക്കാൻ ഒക്കത്തില്ല. ഈ ഒരു ആയുഷ്കാലം മേടിക്കാൻ ഒക്കത്തില്ല. ബിറ്റ്കോയിൻ ആ റേഞ്ചിലേക്ക് ഇനി വരത്തില്ല. 50,000 റേഞ്ച് കഴിഞ്ഞു, ഏകദേശം 60,000 രൂപയുടെ റേഞ്ച് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി 60,000 ബിറ്റ്കോയിൻ എത്തും എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഇനി 80 റേഞ്ച്, അത് 80,000 ഈ ഒരു റേഞ്ചും മറികടക്കാൻ വേണ്ടി പോവാണ്. ഇനി ഒരിക്കലും മേ ബി നമ്മളിനി 80,000 എന്നുള്ള റേഞ്ചിലേക്ക് ഇനി വരത്തില്ല. ഈ ഒരു കൊല്ലം ബിറ്റ്കോയിൻ മേ ബി 200K മുകളിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിത് യൂട്ടിലൈസ് ചെയ്യണം. ഇത് ഒരു $1 മേടിച്ച് $2 വിൽക്കുന്ന സ്റ്റോക്ക് പോലത്തെ ഒരു സാധനമല്ല ബിറ്റ്കോയിൻ. ഇതൊരു സേവിങ് ടെക്നോളജിയാണ്. ഇനിയുള്ള വരും കാലങ്ങളിൽ നമ്മുടെ വാല്യൂ നമ്മൾ സേവ് ചെയ്യുന്നത് ബാങ്കിലോ സ്റ്റോക്കിലോ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ല, സൈബർ സ്പേസിലാണ്. സോ സൈബർ സ്പേസിലാണ് നമ്മുടെ വാല്യൂ ഇനി സൂക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത് ബിറ്റ്കോയിനാണ്. സോ ഓരോ ബിറ്റ്കോയിൻ വാങ്ങിക്കുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 രൂപയ്ക്ക് വാങ്ങിക്കാം, 50 രൂപയ്ക്ക് വാങ്ങിക്കാം, 1000 രൂപയ്ക്ക് വാങ്ങിക്കാം, 1 ലക്ഷം രൂപയ്ക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാം. വേണമെങ്കിൽ ഈ 80-86 ലക്ഷം രൂപ മുടക്കി നിങ്ങൾക്ക് ഒരു ബിറ്റ്കോയിൻ ഫുള്ളായിട്ട് വാങ്ങിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വാല്യൂ ഇനി കീപ്പ് ചെയ്യേണ്ട ബിറ്റ്കോയിനിലാണ്. ഇറ്റ്സ് എ റിയൽ മണി, ഇറ്റ്സ് എ സൗണ്ട് മണി. മനുഷ്യൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സൗണ്ടസ്റ്റ് ആയിട്ടുള്ള ഒരു മണിയാണ് ബിറ്റ്കോയിൻ. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. ലേറ്റ് ആയിരുത്, ടൈം ഇസ് ടിക്കിങ്. നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങളുടെ ടൈം ഈ ഒരു സ്കാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. ഓൾറെഡി 15 ഇയേഴ്സ് കഴിഞ്ഞു. നിങ്ങളുടെ പ്രായത്തിൽ നിന്ന് ഒരു 15 കൊല്ലം കുറയ്ക്കുക, അല്ലെങ്കിൽ 16 കൊല്ലം കുറയ്ക്കുക. ആ സമയം മുതൽ ബിറ്റ്കോയിൻ ഇവിടെ ഉണ്ട്. ബിറ്റ്കോയിൻ യാതൊന്നും പറ്റിയിട്ടില്ല. ഇത് സ്കാമാണെന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളുകളുണ്ട്. ഇനി അടുത്തൊരു 15 കൊല്ലം കഴിയുമ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിന് $മില്യൺസ് എത്തിക്കഴിഞ്ഞ് മേടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ? ലേറ്റ് ആകരുത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം 2032 1 മില്യന് മുകളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഗൈസ്, ഇത് ലൈഫിൽ വളരെ ഈസി ആയിട്ടും സ്ട്രെയിറ്റ് ഫോർവേഡും ആയിട്ടും വെൽത്തി ആകാനുള്ള മനുഷ്യൻ്റെ രാശിയിൽ ഇത്രയും നാളത്തെ ഇത്രയും മനുഷ്യൻ ജനിച്ചെന്ന മുതൽ ഇന്നേ വരെ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് വളരെ റെയറാണ്. അത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. യു ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ്. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ബിറ്റ്കോയിൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, അതെന്താണെന്ന് പഠിക്കണം. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ വന്നിട്ട് പറയും, ഓക്കെ ഇത് ബിറ്റ്കോയിൻ ഇത്രയും കൂടി, നിങ്ങളത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുക, ബിറ്റ്കോയിനെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ നിങ്ങളത് വിൽക്കും. കാരണം ബിറ്റ്കോയിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള യാതൊരു ധാരണയുമില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സാക്റ്റ് എഡ്യൂക്കേഷൻ ഉണ്ട് ബിറ്റ്കോയിൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾ സെല്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തിലുള്ള ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങൾ, നിങ്ങൾ ഈ കാണുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങൾ, അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ എപ്പോഴും ഹാർഡായിട്ടുള്ള അസറ്റുകൾ കാണും. ഇതേപോലെ റിയൽ എസ്റ്റേറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ ഒക്കെ കുറയാൻ വേണ്ടി പോവുകയാണ് ബിറ്റ്കോയിൻ വന്നതോടെ. അപ്പോൾ അവർ എങ്ങനെ ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാർഡായിട്ടുള്ള അസറ്റുകൾ കളക്ട് ചെയ്തിട്ട് അതിനെതിരെ ലോൺ എടുത്തിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഈ ലോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കടബാധ്യത പോലെ തോന്നും. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ ഈ ലോൺ അസറ്റിനെതിരെയാണ് നിങ്ങൾ ലോൺ എടുക്കേണ്ടത്. അല്ല നിങ്ങൾ ബാങ്കിൽ പോയി അത് ഒരു കടം എടുത്തിട്ട് വന്നിട്ട് ഒരു വണ്ടി മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ഡിപ്രിഷിയേറ്റിംഗ് ആയിട്ടുള്ള അസറ്റിലിടാൻ വേണ്ടിയല്ല നിങ്ങൾ ലോൺ എടുക്കേണ്ടത്. അതായത് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് $മില്യൺസ് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിനെതിരെ ലോൺ എടുത്തിട്ട് ആ ലോൺ കൊണ്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ജീവിച്ചു പോകാം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ ബിറ്റ്കോയിൻ മലയാളി ക്ലബ്ബ് എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യവും അത് തന്നെയാണ്. അതായത് ഈ ബിറ്റ്കോയിൻ മലയാളി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബേബി സ്റ്റേജാണ്. അതായത് ബിറ്റ്കോയിനെ പോലെ തന്നെ ഒരു ബേബി സ്റ്റേജാണ്. അതിങ്ങനെ പോകെ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു 7 അല്ല 10 കൊല്ലം കൊണ്ട് ഈ ഒരു ക്ലബ്ബ് മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തും. അതായത് ആ സമയങ്ങളിൽ ഈ ക്ലബ്ബിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിറ്റ്കോയിൻ എങ്ങനെ ഏത് ബാങ്കിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ശതമാനം പലിശ കിട്ടും, അല്ലെങ്കിൽ ഏത് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അന്ന് ചർച്ച ചെയ്യുന്നത്.
ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ബിറ്റ് കോയിനെ എങ്ങനെ മേടിക്കാൻ നോക്കും, എങ്ങനെ സേഫ് ചെയ്ത് വെക്കാൻ നോക്കും. അത് ഇന്ന് അറിയേണ്ട കാര്യങ്ങളാണ്. ഒരു 7-8 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് ബിറ്റ് കോയിൻ മേടിക്കാം. ബിറ്റ് കോയിൻ എന്താണ് എല്ലാവർക്കും അറിയാൻ നോക്കും. ആ സമയത്ത് ഇത് മില്യൺസ് ഓഫ് ഡോളർ ആയിരിക്കും ഇതിൻ്റെ വില. നമ്മൾ ആദ്യകാലങ്ങളിൽ ഇൻ്റർനെറ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാമായിരുന്നോ? ഇന്ന് എല്ലാ പ്രായമായ ആളുകൾക്കും ഇൻ്റർനെറ്റിലൂടെയാണ് ഓരോന്നോരോന്ന് ഓർഡർ ചെയ്യുന്നത്, യൂട്യൂബ് കാണുന്നത്, അല്ലേ? അപ്പോൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് അറിയേണ്ട കാര്യമുണ്ടോ എന്ന്? ഇല്ല. അത് നമ്മൾ യൂസ് ചെയ്യുകയാണ്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ടെക്നോളജി ആയിട്ട് മാറി. അതേപോലെ തന്നെ പയ്യെ പയ്യെ ബിറ്റ് കോയിനും ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങും ആളുകളിലേക്ക്. ആ സമയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ബിറ്റ് കോയിൻ്റെ പുറത്ത് ടോപ്പിൽ പല പല സോഫ്റ്റ്വെയറുകളും പല പല ആപ്ലിക്കേഷനുകളും പല പല കാര്യങ്ങളും പല പല ലെയേഴ്സായിട്ട് വരുന്നുണ്ട്. ഇനി ബാങ്ക് വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകൾ ആളുകളുടെ കയ്യിൽ നിന്ന് ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് വേണ്ടി ഹോൾഡ് ചെയ്യും. അവരുടെ കയ്യിൽ കൊടുക്കുന്നതിന് നമുക്ക് ഇങ്ങോട്ട് പലിശ തരും. 10-15% ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വർഷം തോറും ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം. ഈ ഒരു പോർഷൻ ബിറ്റ് കോയിൻ ബാങ്കിന് കൊടുത്തിട്ട് അത് ലോൺ എടുക്കാനൊക്കെ നമ്മൾ സ്വർണ്ണം പണയം വെക്കുന്ന പോലെയൊക്കെ തന്നെ. അപ്പോൾ ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് $1 ഞാൻ തരുന്നത്. ഇത്രയും സർവീസസുകൾ കിട്ടുന്നുണ്ട്. ആരും ഈ ഒരു $1 ഇത്രയും സർവീസസ് കൊടുക്കത്തില്ല. മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഇൻഫർമേഷനുകൾ, നല്ല സർവീസസുകൾ ഈ ഒരു ബിറ്റ് കോയിൻ ക്ലബിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, കമൻ്റ് ഇടാം, അല്ലെങ്കിൽ ഇമെയിൽ ID ഉണ്ട്, അതിനകത്തോട്ട് അയക്കാം. അല്ലെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് ലിങ്ക് ഉണ്ട്, അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പം നിങ്ങളെനിക്ക് സഹായിക്കാനൊക്കെ എങ്ങനെ ഇതിനകത്ത് ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, സോ ഡോണ്ട് മിസ് ഓപ്പർച്യൂണിറ്റി. മറക്കരുത്. വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ് ബിറ്റ് കോയിൻ. അതൊരിക്കലും മറക്കരുത്. ഇതെന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.